Hi all, welcome to ExamPoint. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഹാപ്പി ആണല്ലോ അല്ലേ എല്ലാവരും? അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 10 ജോഗ്രഫിയിലെ 6th ലെസൺ ആണ്. ഐസ് ഇൻ ദ സ്കൈ ആൻഡ് അനാലിസിസ് ഓഫ് ഇൻഫോർമേഷൻസ്. റെഡി ആണല്ലോ അല്ലേ എല്ലാവരും? അപ്പോൾ ഈ വർഷം നമ്മൾ പഠിച്ചിട്ടുണ്ട് മാപ്പിനെ കുറിച്ച്, ടോപ്പോഗ്രാഫിക് മാപ്പിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ആ ഒരു മാപ്പിൽ നമ്മളൊരു മാപ്പ് നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കറിയാൻ പറ്റും അതിൻ്റെ മൗണ്ടൻസ് എവിടെയാണ്, ഓഷ്യൻസ് എവിടെയാണ്, ഇമ്പോർട്ടൻ്റ് റോഡുകൾ എവിടെയൊക്കെയാണ് എന്നെല്ലാം നമുക്കറിയാൻ പറ്റും അല്ലേ? അപ്പോൾ എങ്ങനെയാണ് ഈ ഓരോ ഡേറ്റാസും മാപ്പിൽ എൻട്രി ചെയ്യാനായിട്ട് കിട്ടുന്നത്? അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ലെസണിൽ പഠിക്കാൻ പോകുന്നത്. മെയിനായിട്ട് റിമോട്ട് സെൻസിങ്ങിനെ കുറിച്ചും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിമോട്ട് സെൻസിങ്ങിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അതുപോലെ യൂസസ് ഓഫ് റിമോട്ട് സെൻസിങ് നമുക്ക് നോക്കാം വൺ ബൈ വൺ ആയിട്ട്. നോക്കുക എന്താണ് റിമോട്ട് സെൻസിങ് നോക്കാം. ദ മെത്തേഡ് ഓഫ് കളക്ടിങ് ഇൻഫോർമേഷൻ അബൌട്ട് ആൻ ഒബ്ജക്റ്റ്, പ്ലേസ് ഓഫ് ഫിനോമിനൻ വിത്തൗട്ട് ആക്ച്വൽ ഫിസിക്കൽ കോണ്ടാക്ട് ഈസ് നോൺ ആസ് റിമോട്ട് സെൻസിങ്. അതായത് ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിനെ നമ്മൾ ടച്ച് ചെയ്യാതെ ദൂരെ നിന്ന് എന്തെങ്കിലും ഏത്തരം ഒബ്ജക്റ്റ് ആണെങ്കിലും, ഇപ്പോൾ ഒരു പർട്ടിക്കുലർ പ്ലേസിൻ്റെ ഡീറ്റെയിൽസ് അറിയണം, ഡിഫറെൻറ്റ് ഒബ്ജക്ട്സിൻ്റെ ഡീറ്റെയിൽസ് അറിയണം, എത്തരം സംഭവമാണെങ്കിലും നമ്മൾ ഒരു ഫിസിക്കൽ കോണ്ടാക്റ്റ് ഇല്ലാണ്ട് ഡയറക്റ്റ് പോയി ടച്ച് ചെയ്യാതെ ദൂരെ നിന്ന് നമുക്കത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് എന്ത് പറയുക? യെസ്, റിമോട്ട് സെൻസിങ് എന്ന് പറയുക. റിമോട്ട് നമ്മൾ യൂഷ്വലി കേട്ടിട്ടുള്ള വാക്കാണ് അല്ലേ? റിമോട്ട് നമ്മുടെ വീട്ടിലെല്ലാവരുടെയും വീട്ടിൽ TV വർക്ക് ചെയ്യുന്ന റിമോട്ട് വെച്ചാണ്. പക്ഷേ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് TV വർക്ക് ചെയ്തത് റിമോട്ട് വെച്ചായിരുന്നോ? അല്ല അല്ലേ? നമ്മൾ ഡയറക്റ്റ് TVയുടെ അടുത്ത് ചെന്നിട്ട് ഫിസിക്കൽ കോണ്ടാക്റ്റോടുകൂടി ആ ബട്ടൺ ഓപ്പറേറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെയാണ് നമ്മൾ TV കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ നൗ ഡേയ്സ് എന്താ ചെയ്യുക? റിമോട്ടിലൂടെയാണല്ലേ? ഓപ്പറേഷൻസ് എല്ലാം റിമോട്ടിലൂടെയാണ്. നമുക്കറിയാം, എല്ലാവർക്കും അറിയാം റിമോട്ട് എന്താണെന്നുള്ളത്. അപ്പോൾ ക്ലിയർ ആയല്ലോ അല്ലേ? എന്താ റിമോട്ട് സെൻസിങ്? ഒരു വസ്തുവിനെയോ പ്രദേശത്തെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രതിഭാസത്തെയോ സംബന്ധിക്കുന്ന വിവരങ്ങൾ സ്പർശന ബന്ധമില്ലാതെ വിവരങ്ങൾ ശേഖരിക്കുന്ന രീതിയാണ് എന്തു പറയുക? വിദൂര സംവേദനം അഥവാ റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം, വാട്ട് ആർ ദ സെൻസേഴ്സ് ഇൻ റിമോട്ട് സെൻസിങ്? അതായത് റിമോട്ട് സെൻസിങ്ങിലുള്ള സെൻസേഴ്സ് മെയിൻലി ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസിനെയാണ് സെൻസ് ചെയ്യുന്നത്. ഇവിടെ നോക്കിക്കേ, ക്യാമറ, സ്കാനർ, ഇതെല്ലാം എന്ത് വെച്ചാണ്? സെൻസർ, ത്രൂ സെൻസറിലാണ് ഇതെല്ലാം ഫങ്ഷൻ ചെയ്യുന്നത്. നമുക്കപ്പോൾ നോക്കാം, വൺ ബൈ വൺ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. എന്താണ് സെൻസർ? സെൻസർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിവൈസസ് യൂസ്ഡ് ഫോർ ഡാറ്റ കളക്ഷൻ, അതായത് വിവരശേഖരണത്തിന് ഉപയോഗിക്കുന്ന ഡിവൈസിനെയാണ് വാട്ട് വി കോൾ സെൻസേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ യൂഷ്വലി എക്സാമ്പിൾ ക്യാമറ, സ്കാനർ ആർ എക്സാമ്പിൾസ് ഓഫ് സെൻസേഴ്സ് ആണ്. മീൻസ് നമ്മളൊരു ക്യാമറയിൽ ഫോട്ടോ എടുക്കുമ്പോഴും എന്താ ഈ ലൈറ്റ് റേസ് വന്ന് ആ പർട്ടിക്കുലർ ഒബ്ജക്റ്റിൽ ഹിറ്റ് ചെയ്തിട്ട് അത് റിഫ്ലക്ട് ബാക്ക് ചെയ്യാണ് അല്ലേ? എന്നിട്ട് ഇമേജ് സ്ക്രീനിൽ ഫോം ചെയ്യുന്ന ഒരു പ്രോസസ്സാണത്. അതുപോലെ നോക്കിക്കേ, ദ സെൻസേഴ്സ് റെക്കോർഡ് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ റിഫ്ലക്റ്റഡ് ബൈ ഒബ്ജക്ട്സ്. അതായത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിൻ്റെ ഇമേജാണ് നമുക്ക് എടുക്കുന്നതെങ്കിൽ എന്താ ഈ സെൻസേഴ്സ് എങ്ങനെയാണ് സെൻസ് ചെയ്യുന്നത്? ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ വഴിയാണ്. ആ ഒബ്ജക്റ്റിൽ ലൈറ്റ് റേസ് ഇൻസിഡൻറ്റ് ചെയ്തതിന് ശേഷം ആഫ്റ്റർ ദാറ്റ് റിട്ടേൺ ബാക്ക് into that particular source or device. Then on the basis of electromagnetic radiation can be sensors. വസ്തുക്കൾ പ്രതിഫലിപ്പിക്കുന്ന വൈദ്യുത കാന്തിക വികിരണങ്ങൾ സെൻസറുകളിൽ രേഖപ്പെടുത്തിയിട്ടാണ് ആ ഡേറ്റ കളക്ട് ചെയ്യുന്നത്. ഓക്കെ ആണല്ലോ അല്ലേ? അടുത്തത് നോക്ക്, ക്ലാസിഫിക്കേഷൻ ഓഫ് റിമോട്ട് സെൻസിങ് ബേസ്ഡ് ഓൺ സോഴ്സ് ഓഫ് എനർജി. ഇത് കഴിഞ്ഞ എക്സാമിന്, നിങ്ങളുടെ ആനുവൽ എക്സാമിന്, 10th ആനുവൽ എക്സാമിന് വന്നൊരു ക്വസ്റ്റ്യനാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നോക്കി ഏതൊക്കെയാണെന്ന് നോക്കാം. പാസീവ് റിമോട്ട് സെൻസിങ് ആൻഡ് ആക്റ്റീവ് റിമോട്ട് സെൻസിങ്. 2 ടൈപ്സ് ഓഫ് റിമോട്ട് സെൻസിങ് ഉണ്ട്. ഏതൊക്കെയാ? പാസീവ് ആൻഡ് ആക്റ്റീവ്. അതായത് ഊർജ്ജ സ്രോതസ്സിനെ അടിസ്ഥാനമാക്കി റിമോട്ട് സെൻസിങ്ങിനെ എത്രയായിട്ട് തരംതിരിച്ചിട്ടുണ്ട്? 2 ആയിട്ട്. ഏതൊക്കെയാണ്? പാസീവ് ആൻഡ് ആക്റ്റീവ് റിമോട്ട് സെൻസിങ്. നമുക്ക് നെക്സ്റ്റ് പ്ലാറ്റ്ഫോം ഇൻ റിമോട്ട് സെൻസിങ് എന്താണെന്ന് നോക്കാം. റിമോട്ട് സെൻസിങ്ങിലെ പ്ലാറ്റ്ഫോം
The carrier on which sensors are fixed is called what? Platform. അതായത് സെൻസറുകളിൽ ഉറപ്പിച്ചിരിക്കുന്ന ക്യാരിയറിനെയാണ്. ക്യാരിയർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ? നമ്മൾ ഡാറ്റ കളക്ട് ചെയ്യുന്നത് ഡിവൈസസ് വഴിയാന്ന് പറഞ്ഞു അല്ലേ? ഡിഫറെൻറ്റ് ഡിവൈസസ്, ക്യാമറ, സ്കാനർ, ഇതെല്ലാം ഡിവൈസസ് ആണ്. ഈ ഡിവൈസസ് എവിടെയാണോ ഫിക്സ് ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയുക? ക്യാരിയേഴ്സ് എന്ന് പറയുക. അതായത് ക്യാരിയർ ഓൺ വിച്ച് സെൻസേഴ്സ് ആർ ഫിക്സഡ്. ഏത് ക്യാരിയറിലാണോ സെൻസർ ഫിക്സ് ചെയ്തിരിക്കുന്നത് അവയാണ് എന്ത് പറയുക? യെസ്, പ്ലാറ്റ്ഫോം എന്ന് പറയുക. ആ ടെക്നിക്കൽ വേർഡ് എല്ലാം മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഡാറ്റ കളക്ട് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഡിവൈസസിലാണ്. ഡിവൈസസ് ഫിക്സ് ചെയ്യുന്നതിന് ക്യാരിയർ എന്ന് പറയുന്നു. ആ ക്യാരിയറിലാണ് നമ്മൾ ഈ സെൻസേഴ്സ് ഫിക്സ് ചെയ്യുന്നത്. അവയെ എന്താ പറയുക? പ്ലാറ്റ്ഫോം എന്ന് പറയുന്നു. നോക്കുക, സെൻസേഴ്സ് ക്യാൻ ബി ഇൻസ്റ്റാൾഡ് ഓൺ ബലൂൺസ്, എയർക്രാഫ്റ്റ്, സാറ്റലൈറ്റ്. യൂഷ്വലി സെൻസേഴ്സ് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോമായിട്ട് കൺസിഡർ ചെയ്യുന്നത് എന്തൊക്കെയാണ്? ബലൂൺസ്, എയർക്രാഫ്റ്റിൽ ഫിക്സ് ചെയ്യാറുണ്ട്. ദെൻ സാറ്റലൈറ്റ്, ഉപഗ്രഹങ്ങളിലെല്ലാം ഫിക്സ് ചെയ്തിട്ട് ആകാശത്തിൽ നിന്നുള്ള ആകാശ വ്യൂയിലുള്ള ഫോട്ടോഗ്രാഫ്സൊക്കെ എടുക്കുന്നത് ഏരിയൽ ഫോട്ടോഗ്രാഫി വഴിയാണ്. അതുകൊണ്ട് സാറ്റലൈറ്റ്സിലൂടെയും നമ്മൾ സെൻസേഴ്സ് ഫിക്സ് ചെയ്യാറുണ്ട്. നോക്കിയേ, ക്ലാസിഫിക്കേഷൻ ഓഫ് റിമോട്ട് സെൻസിങ് ബേസ്ഡ് ഓൺ പ്ലാറ്റ്ഫോം. ഈ പ്ലാറ്റ്ഫോമിൻ്റെ ബേസിസിൽ റിമോട്ട് സെൻസിങ്ങിനെ നമുക്ക് എത്രയായിട്ട് ക്ലാസിഫൈ ചെയ്യാം? ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3. വാട്ട് ആർ ദേ? ടെറസ്ട്രിയൽ ഫോട്ടോഗ്രാഫി, ഏരിയൽ റിമോട്ട് സെൻസിങ് ആൻഡ് സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ്. ജനറലി ഇങ്ങനെ 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഭൂതല ഛായാഗ്രഹണം, ആകാശീയ വിദൂര സംവേദനം, ഉപഗ്രഹ വിദൂര സംവേദനം. ഇതെന്തൊക്കെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. വാട്ട് ഈസ് ടെറസ്ട്രിയൽ ഫോട്ടോഗ്രാഫി? ടെറസ്ട്രിയൽ മീൻസ് എന്താ? ലാൻഡ് അല്ലേ? ഭൂമിയിൽ നിന്ന് എടുക്കുന്ന ഫോട്ടോസിനെയാണ് വാട്ട് വി കോൾ ടെറസ്ട്രിയൽ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. ദ മെത്തേഡ് ഓഫ് ഒബ്റ്റൈനിങ് എർത്ത് ഫോട്ടോഗ്രാഫി യൂസിങ് ക്യാമറാസ് ഫ്രം ദ ഗ്രൗണ്ട്. അതായത് നമ്മൾ ഭൂമിയിൽ തന്നെ നിന്നുകൊണ്ട് ഭൂമിയിൽ നിന്നുള്ള ക്യാമറകൾ ഉപയോഗിച്ച് ഭൂമിയുടെ ഭൂപ്രകൃതി കണ്ടെത്തുന്ന രീതിയാണ് വാട്ട് വി കോൾ ടെറസ്ട്രിയൽ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? ഇപ്പോൾ ടെറസ്ട്രിയൽ എന്ന് പറയുമ്പോൾ തന്നെ ലാൻഡ് അല്ലേ? ഇപ്പോൾ ഭൂമിയിൽ നിന്നുകൊണ്ട് ഇപ്പോൾ യൂഷ്വലി നമ്മൾ ഈവൻ കല്യാണത്തിന് പോലും എടുക്കുന്ന അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ഫങ്ഷന് പോലും എടുക്കുന്ന ഫോട്ടോസിനെ എല്ലാം നമുക്ക് എന്ത് പറയാം? ടെറസ്ട്രിയൽ ഫോട്ടോഗ്രാഫി എന്ന് പറയാം. പിന്നെ നമ്മളുടെ ഇവിടെ ജോഗ്രഫിക് റിലേറ്റഡ് ആയിട്ടുള്ള ഒബ്ജക്ട്സിൻ്റെ ഫോട്ടോസ് എടുക്കുന്നതിനും നമ്മൾ എന്ത് പറയും? ടെറസ്ട്രിയൽ ഫോട്ടോഗ്രാഫി. എന്തുകൊണ്ടാണ്? അത് ഭൂമിയിൽ നിന്ന് തന്നെയാണ് ആ ഫോട്ടോസ് എടുക്കുന്നത്. The images we take using cameras are examples of terrestrial photography. നോക്കിയേ, ക്യാമറകൾ ഉപയോഗിച്ച് നമ്മൾ എടുക്കുന്ന ചിത്രങ്ങൾ ടെറസ്ട്രിയൽ ഫോട്ടോഗ്രാഫിയുടെ, അതായത് ഭൂമിയിൽ നിന്നുകൊണ്ട് എടുക്കുന്ന എല്ലാ ചിത്രങ്ങളും എന്തിന് ഉദാഹരണമാണ്? ടെറസ്ട്രിയൽ ഫോട്ടോഗ്രാഫിക്ക് ഉദാഹരണങ്ങളാണ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കാം ഏരിയൽ റിമോട്ട് സെൻസിങ്. ഏരിയൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എയർ ആണ് അല്ലേ? അതായത് ആകാശത്ത് നിന്ന് എടുക്കുന്ന ഫോട്ടോഗ്രാഫ്സിനെയാണ് നമ്മൾ എന്ത് പറയുക? ഏരിയൽ റിമോട്ട് സെൻസിങ് എന്ന് പറയുക. നോക്കുക, ഏരിയൽ റിമോട്ട് സെൻസിങ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ് ഓഫ് ടേക്കിംഗ് പിക്ചേഴ്സ് ഫ്രം ദ സ്കൈ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ക്യാമറ മൗണ്ടഡ് ഓൺ ബലൂൺസ് ഓർ എയറോപ്ലെയിൻസ്. ഇവിടെ നോക്കിക്കേ, ഇവിടെ നമ്മൾ ക്യാമറ സെൻസേഴ്സ് എവിടെയാണ് വെച്ചിരിക്കുന്നത്? അതെ, എയർക്രാഫ്റ്റിലോ ബലൂണിലായിരിക്കും അല്ലേ? ആകാശത്ത് നിന്ന് എടുക്കുന്ന, ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു മൗണ്ടൻ്റെ ഫുൾ വ്യൂ എടുക്കുന്നെങ്കിൽ നമുക്ക് താഴെ നിന്ന് ടെറസ്ട്രിയൽ ഫോട്ടോഗ്രാഫ്സിന് അത്രയും ഒരു വൈഡ് വ്യൂ എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഹൈറ്റിൽ നിന്ന് എടുക്കുമ്പോൾ ഒരു വൈഡ് വ്യൂ ഓഫ് പിക്ചേഴ്സ്, മൗണ്ടൻ, റിവേഴ്സ് അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഏരിയയുടെ തന്നെ വൈഡ് വ്യൂ എടുക്കണമെങ്കിൽ ഏതായിരിക്കും ബെറ്റർ ആസ് കമ്പയർഡ് ടു ടെറസ്ട്രിയൽ ഫോട്ടോഗ്രാഫിനേക്കാളും ബെറ്റർ ഏതായിരിക്കും? ഏരിയൽ ഫോട്ടോഗ്രാഫി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ബലൂണുകളിലോ എയറോപ്ലെയിനിലോ ഘടിപ്പിച്ച ക്യാമറയുടെ സഹായത്തോടെ ആകാശത്ത് നിന്നെടുക്കുന്ന ചിത്രങ്ങളെയാണ് നമ്മൾ എന്ത് പറയുക? ഏരിയൽ റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. നോക്കുക, ഏരിയൽ റിമോട്ട് സെൻസിങ് ഈസ് ജനറലി യൂസ്ഡ് ടു ഗദർ ഇൻഫോർമേഷൻ അബൌട്ട് കമ്പാരറ്റീവ്ലി സ്മോളർ ഏരിയാസ്. താരതമ്യേന ചെറിയ പ്രദേശങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കാനാണ് ഏരിയൽ റിമോട്ട് സെൻസിങ് സാധാരണയായിട്ട് ഉപയോഗിക്കുക. പക്ഷേ നമ്മൾ ടെറസ്ട്രിയൽ ഫോട്ടോഗ്രാഫ്
അപേക്ഷിച്ച് അതിൽ കുറച്ചും കൂടി കൂടുതൽ നമുക്ക് എന്ത് ചെയ്യാം, ഏരിയൽ റിമോട്ട് സെൻസിങ് ഉപയോഗിച്ച് നമുക്ക് ഫോട്ടോസ് അല്ലെങ്കിൽ ഡേറ്റാസ് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിലും കൂടുതൽ ഡേറ്റാസ് കളക്ട് ചെയ്യാവുന്നതാണ് ഏത്, സാറ്റലൈറ്റ് ഉപയോഗിച്ച്. നമ്മൾ വരുന്നുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാം. നോക്കിയേ, ഇതൊരു ഏരിയൽ ഫോട്ടോഗ്രാഫിയുടെ ഒരു എയ്റോപ്ലെയിൻ വഴി എടുത്ത ഒരു വ്യൂ ആണ് കാണിച്ചിരിക്കുന്നത്, ഒരു ലാൻഡ് വ്യൂ ആണ് കാണിച്ചിരിക്കുന്നത്. അടുത്ത പിക്ചറിലും അത് തന്നെ ഒരു ഏരിയൽ ഫോട്ടോഗ്രാഫി എടുത്തിരിക്കുന്ന ഒരു പിക്ചറാണ് കാണിച്ചിരിക്കുന്നത്. നോക്കുക, ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് ഏരിയൽ റിമോട്ട് സെൻസിങ്? Aerial remote sensing is the information of any region can be gathered in accordance with our requirements. അതായത് നമ്മുടെ ആവശ്യാനുസരണം ഏതൊരു പ്രദേശത്തെയും ഇൻഫോർമേഷൻ, ഡേറ്റാസ് നമുക്ക് ഈ ഒരു പ്രോസസ്സ് മുഖേന നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ another merit of this method is that contiguous pictures of areas along with the path of aircraft are made available. another advantage എന്താണെന്ന് നോക്കിക്കേ, എയർക്രാഫ്റ്റുകളുടെ പാതയിലൂടെ പ്രദേശങ്ങളുടെ തുടർച്ചയായ ചിത്രങ്ങൾ ലഭ്യമാകുന്നു. അതായത് മൾട്ടിപ്പിൾ പിക്ചേഴ്സ് ഇതുമൂലം എടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഫോട്ടോഗ്രാഫ്സ് ഒബ്റ്റൈൻ ത്രൂ ദിസ് മെത്തേഡ് ആർ കോൾഡ് ഏരിയൽ ഫോട്ടോഗ്രാഫ്സ്. ഇത്തരം, അതായത് നമുക്ക് എന്താ പറയുക, ആകാശ വ്യൂ നമ്മൾ പറഞ്ഞു, എയർക്രാഫ്റ്റിലാണ് സെൻസേഴ്സ് ക്യാമറ വെച്ചിരിക്കുന്നത്. പല വ്യൂ, മൾട്ടിപ്പിൾ ഫോട്ടോസ് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഈ രീതിയിൽ ലഭിക്കുന്ന ഫോട്ടോഗ്രാഫികളെ എന്ത് പറയുന്നു, ഏരിയൽ ഫോട്ടോഗ്രാഫ്സ് എന്ന് പറയുന്നു. ഒന്നുമില്ല, അതായത് ആകാശത്തിലൂടെ നമുക്ക് ഒരു പ്രദേശത്തിൻ്റെയോ അല്ലെങ്കിൽ ഓഷ്യൻ, റിവർ, മൗണ്ടൻ, അങ്ങനെ എന്തെങ്കിലും ഒരു ഏരിയയിൽ കറക്റ്റായിട്ട് നമുക്ക് പിക്ചർ എടുക്കാൻ സാധിക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ, അല്ലെങ്കിൽ ഫോട്ടോസ് എടുക്കാൻ പറ്റുന്ന ആ പ്രോസസ്സിനെയാണ് എന്ത് പറയുക, ഏരിയൽ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ അല്ലേ? നെക്സ്റ്റ് നമുക്ക് നോക്കാം, വാട്ട് ഈസ് സ്റ്റീരിയോ പെയർ ഇൻ ഏരിയൽ ഫോട്ടോഗ്രാഫ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയ ആണ് സ്റ്റീരിയോ പെയർ. നോക്കുക, 2 photographs of adjoining areas with overlap are called സ്റ്റീരിയോ പെയർ. അതായത് നമ്മൾ ആകാശത്ത് നിന്ന് ഫോട്ടോസ് എടുക്കുമ്പോൾ ഏതെങ്കിലും 2 ഏരിയ തമ്മിൽ ഓവർലാപ്പ് ചെയ്ത് കിടക്കും. അതായത് ഒരു ഏരിയയുടെ കുറച്ച് പോർഷൻ, അതായത് ഒരു 60% പോർഷൻസ് അടുത്ത ഫോട്ടോയിലും കയറി കിടക്കുന്നതിനെയാണ് എന്ത് പറയുക, സ്റ്റീരിയോ പെയർ എന്ന് പറയുക. The instrument which is used to obtain 3-dimensional view from the stereo pair is called stereoscope. അതായത് ഇത്തരം ഫോട്ടോസിനെ നമ്മളൊരു ഇൻസ്ട്രുമെൻറ്റ്, സ്റ്റീരിയോസ്കോപ്പ് വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ആ പിക്ചേഴ്സ് നമുക്കൊരു 3-dimensional പിക്ചേഴ്സായിട്ട് വ്യൂ ചെയ്യാനായിട്ട് സാധിക്കും. പറഞ്ഞാൽ ക്ലിയർ ആയോ? അതായത് നമ്മൾ ഏരിയൽ ഫോട്ടോഗ്രാഫ്സ് എടുക്കുമ്പോൾ ഇപ്പോൾ അടുത്തടുത്തുള്ള 2 സ്ഥലങ്ങളുടെ ഫോട്ടോസ് എടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ഒരു ഏരിയയിലെ ഫോട്ടോസിൻ്റെ 60% ഏരിയ നെക്സ്റ്റ് ഫോട്ടോസിൽ കയറി കിടക്കും, ഓവർലാപ്പ് ചെയ്ത് കിടക്കും. അത്തരം ഫോട്ടോസിനെയാണ് നമ്മൾ എന്ത് പറയുക, സ്റ്റീരിയോ പെയർ എന്ന് പറയുക. ഈ സ്റ്റീരിയോ പെയർ ഫോട്ടോസ്, ഇങ്ങനെ ഈ മൾട്ടിപ്പിൾ ഫോട്ടോസ് എടുക്കുമ്പോൾ ഈ സ്റ്റീരിയോ പെയർ ആയിട്ട് കിടക്കുന്ന ഏരിയാസ് നമ്മളൊരു സ്റ്റീരിയോസ്കോപ്പ് വഴി വ്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്കത് എന്തായിട്ടൊരു 3-dimensional പിക്ചേഴ്സ് ആയിരിക്കും ആ ഒരു ഏരിയയിലുള്ള ഫോട്ടോസിൻ്റെ കിട്ടുക. നോക്കിയേ, when viewed through a stereoscope we get a 3-dimensional view of the area depicted in the stereo pair. അത്തരം ഫോട്ടോസ് നമുക്ക് എങ്ങനെയാണ് വ്യൂ ചെയ്യുന്നത്? ഇപ്പോൾ ടീച്ചർ പറഞ്ഞു, ഒരു 3-dimensional പിക്ചറായിട്ട് കിട്ടും. Such 3-dimensional view obtained is called stereoscopic vision. ഇത്തരം വിഷനെ പറയുന്ന പേരാണ് എന്ത്, സ്റ്റീരിയോസ്കോപ്പിക് വിഷൻ എന്ന് വിളിക്കുന്നു. ഇത്തരം ദൃശ്യങ്ങളെ നമ്മൾ സ്റ്റീരിയോസ്കോപ്പ് വഴി നോക്കുമ്പോൾ കാണുന്ന വിഷനെ എന്ത് പറയും, സ്റ്റീരിയോസ്കോപ്പിക് വിഷൻ എന്ന് പറയുന്നു. ഇവിടെ നോക്കിക്കേ, ഒരു സ്റ്റീരിയോസ്കോപ്പിലൂടെ നോക്കുന്നതാണ് ഇത്തരം പിക്ചേഴ്സിനെ, അതായത് ഏരിയൽ സ്റ്റീരിയോ ടൈപ്പ് പിക്ചേഴ്സിനെ സ്റ്റീരിയോസ്കോപ്പ് വഴി നോക്കുന്ന ഒരു പിക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് ലിമിറ്റേഷൻ ഓഫ് ഏരിയൽ ഫോട്ടോഗ്രാഫ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നോക്കുക,
The shaking of aircraft affect the quality of photos. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ക്യാമറാസും സ്കാനേഴ്സ് എല്ലാം എവിടെയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്? എയർക്രാഫ്റ്റിലാണ് അല്ലേ? അപ്പോൾ ഇതിൻ്റെ മൂവ്മെൻറ്റോട് കൂടി എന്ത് സംഭവിക്കാം? ഷെയ്ക്കിംഗ് ഓഫ് എയർക്രാഫ്റ്റ് ഫോട്ടോകളുടെ ഗുണനിലവാരത്തെ അത് ബാധിക്കുന്നു. ഷെയ്ക്ക് ഉള്ളത് കാരണം ഒരു ക്ലാരിറ്റി ഉള്ള ഫോട്ടോസ് ആയിരിക്കില്ല ലഭിക്കുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയൊക്കെ ഉണ്ട്. നമ്മളിത് പഠിക്കുന്ന ടൈമിൽ എഴുതിയെന്നേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ അറ്റ് പ്രസൻറ്റ് നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോ ക്യാമറാസും ഫോട്ടോസൊക്കെ കിട്ടുന്നുണ്ട്. അതുപോലെ ദ എയർക്രാഫ്റ്റ് റിക്വയർ ഓപ്പൺ സ്പേസ് ഫോർ ടേക്ക് ഓഫ് ആൻഡ് ലാൻഡിങ്. അതായത് ഈ എയർക്രാഫ്റ്റുകൾക്ക് ടേക്ക് ഓഫിനും ലാൻഡിങ്ങിനും ഇനഫ് സ്പേസ് വേണം. ഇപ്പം എന്താ പറയുക, ഹിമാലയ പോലെയുള്ള പ്ലേസിലൊക്കെ നമുക്ക് ഇങ്ങനെ ഒരു ഫോട്ടോസ് എടുക്കണമെങ്കിൽ അവിടെ ഒരു ഓപ്പൺ പ്ലേസ് ഇല്ല പോയി ലാൻഡ് ചെയ്യാനുള്ളതൊക്കെ അല്ലേ? ലാൻഡ് ചെയ്യാനും ടേക്ക് ഓഫ് ചെയ്യാനും ഒന്നും നമുക്കൊരു ഓപ്പൺ സ്പേസ് ഇല്ല. അതൊക്കെ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. നമുക്ക് അടുത്ത ഡിസഡ്വാൻറ്റേജ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കൽ ടു ടേക്ക് ഫോട്ടോഗ്രാഫ്സ് ഓഫ് റീജിയൻ ദാറ്റ് ആർ വാസ്റ്റ് ആൻഡ് എക്സ്റ്റെൻസീവ്. വളരെ വിശാലമായ ഏരിയയുടെ ഫോട്ടോ എടുക്കാനായിട്ട് ഇതുകൊണ്ട് സാധിക്കുകയില്ല. അതുപോലെ ലാൻഡിങ് ദ എയർക്രാഫ്റ്റ് ഫ്രീക്വൻ്റ്ലി ഫോർ റീഫ്യൂവലിംഗ് ഇൻക്രീസസ് ദ കോസ്റ്റ്. നോക്കിക്കേ, ഇന്ധനം നിറയ്ക്കുന്നതിനായി വിമാനങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇറക്കുന്നതും വളരെ കോസ്റ്റ്ലിയാണ്. അതും ചെലവ് വർദ്ധിക്കുന്നു. അപ്പോൾ നമ്മൾ സ്റ്റീരിയോ പെയർ എന്താണെന്ന് പഠിച്ചു അല്ലേ? ഇവിടെ നോക്കിക്കേ, ഒരു ലാൻഡ് സർഫസിൻ്റെ ഏരിയൽ ഫോട്ടോഗ്രാഫിയാണ്. 3 ലാൻഡ് ഉണ്ട്, എ, ബി, സി. നോക്കുക, ഇവിടെ നോക്കിയേ, എ എന്ന പ്ലേസിൻ്റെ ആ ഏരിയയിലെ 60% ബിയിൽ ഓവർലാപ്പ് ചെയ്ത് കിടക്കുന്നുണ്ട് അല്ലേ? ഇത്തരം ഏരിയയാണ് നമ്മൾ എന്ത് പറയുക, സ്റ്റീരിയോ പെയർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് എയിൽ ബിയിലേക്ക് നോക്കിക്കേ, ഒരു 60% ഇത്രയും പോർഷൻ ഓവർലാപ്പ് ചെയ്ത് കിടക്കുന്നുണ്ട്. അതുപോലെ സി നോക്കിക്കേ, ബി 3 പ്ലേസിൻ്റെ ഫോട്ടോഗ്രാഫ്സ് ഒരു ഡയഗ്രാമാറ്റിക് റെപ്രസെൻറ്റേഷൻ കാണിച്ചിരിക്കുന്നതാണ്. ഈ ബി പ്ലേസിൻ്റെ 60%ഓളം സിയിൽ ആ 3ാമത്തെ ഫോട്ടോസിൽ കയറി കിടക്കുന്നുണ്ട്. അത്തരം ഫോട്ടോസിനെയാണ് നമ്മൾ എന്ത് പറയുക, സ്റ്റീരിയോ പെയർ എന്ന് പറയുക. ഇവിടെ നോക്കിക്കേ, ഇപ്പോൾ എയും ബിയും സ്റ്റീരിയോ പെയറാണ്. അതുപോലെ ബിയും സിയും സ്റ്റീരിയോ പെയറാണ് അല്ലേ? 60% ഓവർലാപ്പ് ചെയ്ത് കിടക്കുന്നുണ്ട്. പക്ഷേ എയും സിയും സ്റ്റീരിയോ പെയറാണോ? അല്ല, ഇത്രയും പോർഷനേ വരുന്നുള്ളൂ അല്ലേ? ഒരു വളരെ കുറച്ച് പോർഷനേ വരുന്നുള്ളൂ. അതും അടുത്തടുത്ത പ്ലേസും അല്ല. അത് സ്റ്റീരിയോ പെയർ അല്ല. ഇപ്പം എയും ബിയും സ്റ്റീരിയോ പെയറാണ്. അപ്പോൾ ഇത്തരം സ്റ്റീരിയോ പെയർ സ്റ്റീരിയോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ നമുക്ക് എത്തരം ഫോട്ടോസ് കാണാമെന്നാണ് പറഞ്ഞത്? യെസ്, 3 ഡയമെൻഷണൽ വ്യൂ. ആ പിക്ചറിൻ്റെ അത്തരം ഏരിയയിലെ ഒരു 3 ഡയമെൻഷണൽ പിക്ചേഴ്സ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ക്ലിയർ ആയല്ലോ അല്ലേ? നമുക്ക് എന്താണ് പാസീവ് റിമോട്ട് സെൻസിങ് അഥവാ പരോക്ഷ വിദൂര സംവേദനം എന്താണെന്ന് നോക്കാം. റിമോട്ട് സെൻസിങ് ഈസ് carried out with the help of solar energy. is known as passive remote sensing. നോക്കി, സൗരോർജത്തിൻ്റെ സഹായത്തോടെ വിദൂര സംവേദനം നടത്തുന്നതിനെയാണ് എന്ത് പറയുക, പാസീവ് റിമോട്ട് സെൻസിങ് എന്ന് പറയുക. ഇവിടെ മെയിൻ സോഴ്സ് എന്താ, നമ്മുടെ സോളാർ എനർജിയാണ്. പിക്ചർ നോക്കിക്കേ, ഇവിടെ നോക്കിയേ, കണ്ടോ, സോളാർ എനർജിയിൽ നിന്ന് റേഡിയേഷൻ സെൻസസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, യെസ്, പാസീവ് റിമോട്ട് സെൻസിങ് എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ അല്ലേ? റിമോട്ട് സെൻസിങ് ഈസ് ക്യാരിഡ് ഔട്ട് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സോളാർ എനർജി. സെൻസ് ചെയ്യുന്നത് എന്തിൻ്റെ സഹായത്തോടു കൂടിയാണ്? സോളാർ എനർജിയുടെ സഹായത്തോടു കൂടിയാണ്. അടുത്തായിട്ട് നമുക്ക് നോക്കാം ആക്റ്റീവ് റിമോട്ട് സെൻസിങ് അഥവാ പ്രത്യക്ഷ വിദൂര സംവേദനം. റിമോട്ട് സെൻസിങ് മെയ്ഡ് വിത്ത് ദ എയ്ഡ് ഓഫ് ആർട്ടിഫിഷ്യൽ സോഴ്സ് ഓഫ് എനർജി. ഇവിടെ സോളാർ എനർജി അല്ല, man-made ഒബ്ജക്റ്റ് ആയിരിക്കും. ആർട്ടിഫിഷ്യൽ സോഴ്സ് ഓഫ് എനർജി as the radiating from the sensor is known as active remote sensing. അതായത് ആക്റ്റീവ് റിമോട്ട് സെൻസിൽ കൃത്രിമ ഊർജ സ്രോതസ്സിൻ്റെ സഹായത്തോടെ നിർമ്മിച്ച റിമോട്ട് സെൻസിങ്ങിനെയാണ് എന്ത് പറയുക, ആക്റ്റീവ് റിമോട്ട് സെൻസിങ്. ഇവിടെ സെൻസ് ചെയ്യുന്നത് ആർട്ടിഫിഷ്യൽ എനർജിയിൽ നിന്നാണ്. പക്ഷേ പാസീവിലോ നാച്ചുറൽ സോഴ്സായ സൂര്യനിൽ നിന്നാണ്, സോളാർ എനർജിയിലാണ് സെൻസ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ ഡിഫറൻസ്. ഹിയർ ദ സെൻസേഴ്സ് എമിറ്റ് എനർജി ബൈ ഇറ്റ് സെൽഫ്. ഇവിടെ സെൻസറുകൾ സ്വയം ഊർജം പുറപ്പെടുവിക്കുന്നു. ക്ലിയർ ആയല്ലോ അല്ലേ?
അപ്പം നമ്മൾ പഠിച്ചു ഏരിയൽ ഫോട്ടോഗ്രാഫ്സിൽ ഒരു കുറച്ച് പ്രദേശത്തെ മാത്രം ഫോട്ടോസ് എടുക്കാനാണ് സാധിക്കുകയുള്ളൂ അല്ലേ. ഈ പ്രശ്നങ്ങളെല്ലാം ഓവർകം ചെയ്യാനായിട്ട് നമുക്ക് എന്ത് സാധിക്കും? സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ്. സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് സയൻറ്റിഫിക്കലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു സെൻസിങ് ആണ്. നമുക്കൊരു വൈഡ് വ്യൂവിൽ നമുക്കിതിൻ്റെ ഇമേജസ് എടുക്കാൻ പറ്റുന്ന ഒരു സെൻസറാണ് സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ്. എന്താണെന്ന് നോക്കാം നമുക്ക്. The process of collecting information using sensors fixed on artificial satellite is called satellite remote sensing. ഇവിടെ നോക്കിക്കേ, എവിടെ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് സെൻസർ വെച്ചിരിക്കുന്നത് എവിടെയാണ്? ഒരു ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിലാണ്, ഉപഗ്രഹത്തിലാണ് വെച്ചിരിക്കുന്നത്. ഇവയാണ് നമ്മൾ എന്ത് പറയുക? യെസ്, സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ്. Satellite remote sensing mainly classified into two types. ഏതൊക്കെയാണെന്ന് നോക്കാം. Geostationary satellite and sun synchronous satellite. ഓക്കെ, അതും എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഒരു ഏരിയയാണ്. അപ്പോൾ സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ്ങിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? മെയിനായിട്ട് എന്താണ് സാറ്റലൈറ്റ് റിമോട്ട് സെൻസിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിൽ ഘടിപ്പിച്ചിരിക്കുന്ന സെൻസറുകൾ അഥവാ സംവേദങ്ങൾ വഴി വിവരശേഖരണം നടത്തുന്ന പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുക? ഉപഗ്രഹ വിദൂര സംവേദനം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ സെൻസർ വെച്ചിരിക്കുന്നത് എവിടെയാണ്? ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റിലാണ്. അങ്ങനെയാണ് നമ്മൾ വിവരശേഖരണം അല്ലെങ്കിൽ ഡാറ്റാസ് കളക്ട് ചെയ്യുന്നത്. നമുക്ക് 1 by 1 ആയിട്ട് പഠിക്കാം. ഫസ്റ്റ് വൺ, ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്. ഇവിടെ നോക്കിക്കേ, ജിയോ മീൻസ് വാട്ട്? എർത്ത് അല്ലേ. സ്റ്റേഷനറി എന്ന് വെച്ചാൽ ഫിക്സഡ് ആണ്. അവിടെ അങ്ങനെ ഫിക്സഡ് ആയിട്ട് എർത്തിലോ ഏതെങ്കിലും ഒരു പോയിന്റിൽ ഭൂമിക്ക് മുകളിൽ ഫിക്സഡ് ആയിട്ട് നിൽക്കുന്ന സാറ്റലൈറ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്. ഇപ്പം എന്താ പറയുക, നമുക്ക് ഏതെങ്കിലും ഒരു പ്ലേസിൻ്റെ, ഇപ്പോൾ ഡൽഹിയിലാണെങ്കിൽ ഡൽഹിയിലെ ആ ഭൂപ്രദേശത്തെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഈ സാറ്റലൈറ്റ് ഡൽഹി ആ പ്രദേശത്തിൻ്റെ മേളിൽ ഫിക്സഡ് ആയിട്ട് പ്ലേസ് ചെയ്തിരിക്കുകയായിരിക്കും. അപ്പോൾ നമ്മളുടെ എർത്ത് റൊട്ടേറ്റ് ചെയ്യുമ്പോഴും ആ സാറ്റലൈറ്റ് ആ പർട്ടിക്കുലർ പൊസിഷനിൽ ഫിക്സഡ് ആയിരിക്കും. അത് എന്താ പറയുക, റൊട്ടേറ്റ് ചെയ്യുന്നില്ല. ആ ഒരു സാറ്റലൈറ്റ് അവിടെ നിന്ന് റൊട്ടേറ്റ് ചെയ്യുന്നില്ല. നമുക്ക് നോക്കാം. They orbit the earth at an elevation of about 3,600 kilometers above the earth. നോക്കിക്കേ, സഞ്ചാരപഥം ഭൂമിയിൽ നിന്ന് ഏകദേശം 36,000 കിലോമീറ്റർ ഉയരത്തിലാണ്. അത്രയും ഹൈറ്റിലാണ്. ഇവിടെ മീറ്റർ അല്ല, കിലോമീറ്റർ ആണ് കേട്ടോ. അത്രയും 36,000 കിലോമീറ്റർ ഉയരത്തിൽ നിന്നാണ് ഈ സാറ്റലൈറ്റ് അതായത് ഡാറ്റ കളക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഒരു വൈഡ് വ്യൂ ഓഫ് ഡാറ്റാസ് അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫ്സ് ആണെങ്കിൽ അങ്ങനെ ഒരു വൈഡ് വ്യൂവിൽ കളക്ട് ചെയ്യാനായിട്ട് സാധിക്കും. 1/3 ഓഫ് ദ എർത്ത് കംസ് അണ്ടർ ഇറ്റ്സ് ഫീൽഡ് ഓഫ് വ്യൂ. നോക്കിക്കേ, ഭൂമിയുടെ 1/3 ഭാഗം നിരീക്ഷണ പരിധിയിൽ വരുന്നുണ്ട്. ഏതിൽ? ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റിൽ. അതുപോലെ തന്നെ as the movement of the satellite corresponds to the speed of rotation of the earth, it stays constantly above specific place on the earth. നമ്മളിപ്പോൾ പറഞ്ഞ തന്നെ ഭൂമിയുടെ ഭ്രമണ വേഗത്തിന് തുല്യമായ വേഗത്തിൽ സഞ്ചരിക്കുന്നതിനാൽ എല്ലായ്പ്പോഴും ഭൂമിയിലെ ഒരേ പ്രദേശത്ത് അഭിമുഖീകരിച്ച് നിലകൊള്ളുന്നു. അതായത് ആ ഒരു ഫിക്സഡ് പ്ലേസിൽ തന്നെയായിരിക്കും സാറ്റലൈറ്റ് ഇരിക്കുക. ഇപ്പോൾ ടീച്ചർ ഡൽഹിയിൽ ഒരു ഭൂപ്രദേശം വ്യൂ എടുക്കണമെങ്കിൽ അവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പ്ലേസിൽ നിന്ന് സാറ്റലൈറ്റ് മാറുന്നില്ല. എർത്ത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും എപ്പോഴും എന്താ പറയുക, ഡൽഹിയിലെ നമ്മൾ വെച്ചിരിക്കുന്ന ഫിക്സഡ് പൊസിഷനിൽ തന്നെയായിരിക്കും സാറ്റലൈറ്റ് ഇരിക്കുക. ദിസ് ഹെൽപ്സ് ഇൻ കണ്ടിന്യൂസ് ഡാറ്റ കളക്ഷൻ ഓഫ് ആൻ ഏരിയ. നോക്കിയേ, ആ പ്രദേശത്തിൻ്റെ സ്ഥിരമായ വിവരശേഖരണത്തിന് അതുകൊണ്ട് ഇത് സാധിക്കുന്നു, ആ ഫിക്സഡ് പൊസിഷനിൽ ഇരിക്കുന്നത് കൊണ്ട്. അതുപോലെ തന്നെ ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ടെലികമ്മ്യൂണിക്കേഷൻ ഫോർ വെദർ സ്റ്റഡീസ്. പിന്നെ എന്തിനെല്ലാം ഉപയോഗിക്കാം? വാർത്താവിനിമയത്തിനും ദിനാന്തരീക്ഷ സ്ഥിതി മനസ്സിലാക്കാനും വെദർ കണ്ടീഷനും അപ് ടു ഡേറ്റ് ആയിട്ട് അറിയാനായിട്ട് സാധിക്കും. ഇന്ത്യസ് ഇൻസാറ്റ് സാറ്റലൈറ്റ്. ഇൻസാറ്റ് ഇത്തരം ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റിന് ഒരു എക്സാമ്പിളാണ് ഇന്ത്യസ് ഇൻസാറ്റ് സാറ്റലൈറ്റ്. മറന്നു പോകരുത്. ഇപ്പോൾ ജിയോ സ്റ്റേഷനറി, ജിയോ എർത്ത് അല്ലേ, സ്റ്റേഷനറി കോൺസ്റ്റൻ്റ് ആയിട്ട്, അതായത്
ഭൂമിക്ക് മുകളിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്ലേസിൽ ഫിക്സഡ് ആയിട്ട് നിൽക്കുന്ന സാറ്റലൈറ്റ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, ജിയോ സ്റ്റേഷനറി സാറ്റലൈറ്റ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഇൻസാറ്റ് സാറ്റലൈറ്റ് ഇത്തരം സാറ്റലൈറ്റിനൊരു എക്സാമ്പിളാണ്.